ഹായ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കർണിക എന്ന മൂവിയുടെ റിവ്യൂമായിട്ടാണ്. കർണിക എന്ന മൂവി ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. അപ്പോൾ ഇന്ന് അത് റിലീസാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഇന്ന് ഫസ്റ്റ് ഷോ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങുന്നുണ്ട്. അവരിൽ നിന്നുള്ള റിവ്യൂ നമുക്ക് തേടാം. മ്യൂസിക്, കഥ, ഡയറക്ഷൻ ഇവയെല്ലാം തന്നെ അരുൺ വെൺപാലയാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറെ സുപരിചിതനായ ശ്രീകാന്ത് ഇതിനകത്ത് നല്ലൊരു വേഷം അഭിനയിക്കുന്നുണ്ട്. സീനിയർ ആക്ടറായതും ഫേമസ് ആക്ടറായിട്ടുള്ളതുമായ TG രവി അഭിനയിക്കുന്നുണ്ട്. കൂടാതെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നമ്മളുടെ നടി പ്രിയങ്കയും കൂടെയാണ്. അപ്പം ഇതിൻ്റെ എല്ലാം കർണികയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അപ്പോഴേ നമുക്ക് റിവ്യൂ ചോദിച്ചറിയാം. പടം എങ്ങനെയുണ്ട് ചേട്ടാ? ചേട്ടാ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം ഉണ്ട്. കാരണം ഒരുഭവങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്തില്ല. ചേട്ടാ മൂവി എങ്ങനെയുണ്ട് ചേട്ടാ? നല്ല അടിപൊളിയാണ്. എങ്ങനെയുണ്ട് മൂവി? അടിപൊളി, ഒന്നും പറയാനില്ല. മൂവി എങ്ങനെയുണ്ട് ചേച്ചി? സൂപ്പർ ആയിരുന്നു, ഇഷ്ടപ്പെട്ടു. നല്ലായിരുന്നു. ഫാമിലിക്കൊക്കെ കാണാൻ പറ്റിയ മൂവിയാണോ? സൂപ്പർ സിനിമയായിരുന്നു. നല്ല കഥ, നല്ല ഇത്, നല്ല പടമാണ്, നല്ല അഭിനയം. പുതിയ നാടകമായിട്ട് വന്ന നമ്മുടെ പയ്യൻ നല്ല അഭിനയമാണ്. ശ്രീകാന്ത് നല്ലതായിട്ട് നല്ല അഭിനയം, നല്ല കഥയാണ്. നല്ല കഥയാണ്. നല്ല കഥ എന്ന് പറഞ്ഞാല് നമ്മുടെ ഓരോ ട്വിസ്റ്റാണ്, 3-4 ട്വിസ്റ്റാണ് അതിനകത്തുള്ളത്. ആ ട്വിസ്റ്റിൽ ജനങ്ങളെ പിടിച്ചിരുത്താനുള്ള ഒരു കഴിവ് ആ സ്ക്രിപ്റ്റിനകത്തുണ്ട്. ആ സ്ക്രിപ്റ്റ് എഴുതിയ ആള് നന്നായിട്ട് നന്നായിട്ടൊരു മെനക്കെട്ടിരുന്ന് എഴുതിയ ഒരു പത്രപ്രവർത്തനായോണ്ട് ഞാൻ പറയാണ്, നല്ല സ്ക്രിപ്റ്റ് ആണ്. ഇതിനകത്ത് ട്വിസ്റ്റാണ് ഏറ്റവും വലിയ. 2-3 ട്വിസ്റ്റും നല്ല കഥയാണ്. ഓക്കെ, താങ്ക് യു. മൂവി നല്ല സിനിമയാണ്. ഒരു വെറൈറ്റി ഉണ്ട്. സാധാരണ ഒരു സിനിമ കാണുന്ന കഥയല്ല, ഒരു വ്യത്യസ്തമായിട്ടൊരു കഥയാണ്. ഇഷ്ടപ്പെട്ടു. നല്ലൊരു കഥയാണ്, ഒരു വെറൈറ്റി കഥ. അത് ഈ അടുത്ത കാലത്തൊന്നും മലയാള സിനിമ കാണാത്തൊരു കഥയാണ്. ഫാമിലിക്കൊക്കെ വന്ന് കാണാൻ തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് കാണുന്ന സിനിമയാണ്. നല്ലത്. അതുപോലെ തന്നെ അഭിനയവും ഏകദേശം അടിപൊളി അഭിനയം. ഓക്കെ ചേട്ടാ മൂവി സൂപ്പർ പടം, ഫാമിലിക്ക് വന്ന് എക്സലന്റ്. തിയേറ്ററിൽ വന്നതിന് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല സൂപ്പർ ക്രാഫ്റ്റ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആട്ടെ, പാട്ടാട്ടെ എല്ലാം എക്സലന്റ് മൂവി. അത് നമ്മളെ പിടിച്ചിരുന്ന മൂവി ലാസ്റ്റ് വരെ. ഓക്കെ, താങ്ക് യു. 100% നല്ല സൂപ്പർ പടമായിരുന്നു. എല്ലാവരുടെയും അഭിനയം വളരെ മികച്ചതായിരുന്നു. പിന്നെ നല്ല സസ്പെൻസ് ഉണ്ടായിരുന്നു അങ്ങേയറ്റം വരെ. ഇബ്രാഹിം മാത്യുവിന്റെ അഭിനയം, അതായത് പോലീസ് ഓഫീസറുടെ അഭിനയം, ശ്രീകാന്ത് വളരെ നന്നായി. അടിപൊളി പടമാണ്, എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. നല്ല മൂവിയാണ്. ഓക്കെ, താങ്ക് യു. നല്ല പടമാണ്. പുതിയ ആൾക്കാർ ചെയ്ത പടമാണ്. അടിപൊളി. എങ്ങനെയുണ്ട് ചേട്ടാ പടം? അടിപൊളിയാണ്. സൂപ്പർ. ശ്രീകാന്ത് അടിപൊളിയാണ്. ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? നൈസ് പടം, ഫാമിലിയായിട്ട് നല്ല സെറ്റ് പടം, അടിപൊളി പടം. ഓക്കെ, താങ്ക് യു. പടം എങ്ങനെയുണ്ടായിരുന്നു? അച്ഛന്റെ സിനിമയാണോ? എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. മറ്റേ അടിപൊളിയായിട്ട് അഭിനയിച്ച ഇതാണ്. ചേട്ടാ മൂവി എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടമായിരുന്നു. നല്ല പടം. നല്ല ഇഷ്ടപ്പെട്ടോ? ഒരു പുതുമുഖങ്ങളുടെ എല്ലാം കൊണ്ടും അതെ, പുതുമുഖങ്ങളെ വെച്ചെടുത്തതുകൊണ്ട് വളരെ നന്നായി. പടം എങ്ങനെയുണ്ടായിരുന്നു? അതിന്റെ കുഴപ്പമില്ല. നല്ല പടമായിരുന്നു. അടിപൊളി പടം, ഒന്നും പറയില്ല. നല്ല പടം. 2 വർഷം മുമ്പ് ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തായിരുന്നു, കംപ്ലീറ്റ് ചെയ്ത ഷോർട്ട് ഫിലിം. അപ്പം ഷോർട്ട് ഫിലിം അടുത്ത ഫിലിമിന് വേണ്ടി സോൺറേച്ചാണ് കാണാൻ പോയതാണ്. ഈ ഷോർട്ട് ഫിലിം കാണിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഇത് നിങ്ങൾ പടമാക്കി കൂടാന്ന് വെച്ചിട്ട് അങ്ങനെ സിനിമയാക്കിയതാണ്. ഞങ്ങളെല്ലാം ആ ഷോർട്ട് ഫിലിം ഉണ്ടാകുന്ന ആൾക്കാർ തന്നെയാണ്. സിനിമയിലെ പ്രമുഖരായ 2 താരങ്ങൾ കൂടെയുണ്ട് അല്ലേ? അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ്. ഫാമിലിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എന്താണ് പറയുന്നത്? നല്ല അഭിപ്രായമാണ്, എല്ലാവരും നല്ല അഭിപ്രായമാണ്. എങ്ങനെയുണ്ടായിരുന്നു പടം? കൊള്ളായിരുന്നു. ഇഷ്ടപ്പെട്ടോ? പ്രേതമൊക്കെ ഉണ്ടോ സിനിമയില്? ഒരാളുണ്ടല്ലേ? ഓക്കെ. എങ്ങനെ മൊത്തത്തിൽ കൊള്ളാം, ഇഷ്ടപ്പെട്ട്? ഒരിക്കൽ കൂടെ കാണാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു മൂവി? നല്ല മൂവി. എനിക്ക് ഇഷ്ടപ്പെട്ടോ? എന്താണ് ഇതിന്റെ ഒരു തീം എന്ന് പറയുന്നത്? ഇതൊരു ഹൊറർ ക്രൈം ത്രില്ലർ ആണ്. കുറെ ഡാൻസും എല്ലാം കൂടെ വരുന്നത്. ഫാമിലിക്കൊക്കെ പോയി കാണാൻ പറ്റിയ മൂവി തന്നെയാണല്ലേ? ഇഷ്ടപ്പെട്ടു? ഫാമിലി ആയിട്ടല്ലേ വന്നേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.
ഓക്കെ, താങ്ക് യു. കർണിക ഭർത്താവ് മുഖ്യ കഥാപാത്രത്തിൽ വന്ന ഒരു സിനിമയാണ്. അപ്പം ചേച്ചി കണ്ടിട്ട് ചേച്ചിയുടെ അഭിപ്രായം. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഏട്ടൻ. പുള്ളിയുടെ കുഞ്ഞിലെ ഒരുപാട് ആഗ്രഹമായിരുന്നു ഫിലിം ഫീൽഡിൽ വരിക എന്നുള്ളത്. ഇതിന് മുന്നേ ആണെങ്കിലും കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ടീമിന്റെ തന്നെയാണ് ഇതൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു ആക്ച്വലി. അപ്പൊ ആ ഷോർട്ട് ഫിലിമിൽ നിന്നാണ് സോഹൻ സാറ് ഇതൊരു മൂവി ആക്കണം എന്ന് വന്ന് പറഞ്ഞത്. അങ്ങനെ അന്ന് ചെയ്ത കഥാപാത്രത്തെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് അദ്ദേഹത്തിൽ ചെയ്തു. ഭംഗിയായിട്ട് തന്നെ അഭിനയിച്ചു. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ലപോലെ. അതായത് ഡയലോഗ് ഒക്കെ ആണെങ്കിലും ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിച്ചു അദ്ദേഹം. ഞാൻ പ്രതീക്ഷിച്ചൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കർണിക ഇരുളിൻ്റെ രാജകുമാരി ഈ മൂവിയെ പറ്റി എല്ലാവർക്കും തന്നെ നല്ല അഭിപ്രായമാണ്. അത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയ അടിപൊളി ഒരു പടം കൂടെയാണിത്. പുതുമുഖങ്ങളെ വെച്ച് ഇങ്ങനൊരു പടം അസാധ്യമാണ്. ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ മൂവിയാണ് കർണിക എന്നത്. ഇന്ന് 2024 ഓഗസ്റ്റ് 29 ഏകദേശം 40 തിയേറ്ററിലോളം കേരളത്തിലുള്ള ഏകദേശം 40 തിയേറ്ററുകളിൽ ഇന്ന് കർണിക പ്രദർശനം നടത്തിയിരിക്കുകയാണ്. അതും വിജയകരമായിട്ട് പ്രദർശനം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഇറങ്ങുന്ന എല്ലാവർക്കും പറയാൻ ഒന്നേ ഉള്ളൂ, എല്ലാവരും തന്നെ തിയേറ്ററിൽ പോയി ഇതൊന്ന് കണ്ടിരിക്കണം. അത്രയ്ക്ക് നല്ലൊരു മൂവിയാണ് കർണിക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഒന്ന് പോയി കാണണം കേട്ടോ. കർണിക അടിപൊളി മൂവിയാണ്.